അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കഴിഞ്ഞ എപ്പിസോഡിൽ 3 ഭാഗത്ത് 3 പേരും റൂമിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. സിദ്ധുവും ചന്ദ്രികയും മലരുമോളും. മഹേഷ് ആകട്ടെ അടുത്ത നീക്കം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മനോഹർ വന്നു. മഹേഷേ, ആ 3 പേർക്കും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അവർ കഴിക്കട്ടെ, നീ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. അപ്പോൾ മഹേഷ്, എടോ ഇതാണോ ഇപ്പോൾ വലിയ കാര്യം? ഞങ്ങൾക്ക് 3 പേർക്കും ശ്രീലങ്കയിലേക്ക് പോകാൻ ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്തായി? അപ്പോൾ മനോഹർ, ഏയ് എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ബോട്ടിൽ ശ്രീലങ്കയിലേക്ക് പോകാം. വഴിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മഹേഷ് സംശയിച്ചു. അപ്പോൾ മനോഹറും ഒന്ന് സംശയത്തോടെ നിന്നു. അപ്പോൾ മഹേഷ് ചോദിച്ചു, എടോ കോസ്റ്റ് ഗാർഡ്സ് ഒന്നും പിടികൂടില്ലല്ലോ? അപ്പോൾ മനോഹർ സമാധാനപ്പെടുത്തി, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നമ്മുടെ ആൾക്കാർ നോക്കിക്കൊള്ളും. ശരി, ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മഹേഷ് ഫുഡൊക്കെ എടുത്തു. കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് താടിയും ചൊറിഞ്ഞ് മനോഹർ അവിടെ ഇരുന്നു. മഹേഷ് ആദ്യം പോയത് സിദ്ധുവിൻ്റെ അടുത്തായിരുന്നു. പാക്കിൽ നിന്നും ഒരു പൊതി ഫുഡെടുത്ത് സിദ്ധുവിൻ്റെ അടുത്തിട്ട് അവൻ പറഞ്ഞു, എടാ പറ്റുമെങ്കിൽ വാ കൊണ്ട് ആ കവർ തുറന്ന് നായെപ്പോലെ നക്കി തിന്ന്. അത് കേട്ട് സിദ്ധു അവനെ തുറച്ചു നോക്കി. അതും പറഞ്ഞ് മഹേഷ് പെട്ടെന്ന് നടന്നുപോയി. സിദ്ധു ഏയ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മഹേഷ് നോക്കുന്നില്ല. പിന്നീട് മഹേഷ് പോയത് ചന്ദ്രികയുടെ അടുത്താണ്. ഒരു പൊതിയെടുത്ത് അവളുടെ അടുത്തിട്ടു. അവൾ പെട്ടെന്ന് തന്നെ എണീറ്റ് പറഞ്ഞു, എടാ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവിട്. അപ്പോൾ മഹേഷ്, ഇത്രയും നാൾ അവൾ നിൻ്റെ കൂടെ തന്നെയല്ലേ കഴിഞ്ഞത്, ഇനി അവൾ എൻ്റെ കൂടെ താമസിക്കട്ടെ. ഞാൻ അവളെ പിടിച്ച് തിന്നുകയൊന്നുമില്ല കേട്ടോ, ഞാൻ അവളുടെ അച്ഛനാ. അവളോട് നിനക്കെത്ര സ്നേഹമുണ്ടോ അത്രയും സ്നേഹം എനിക്കും ഉണ്ട്. കഴിച്ചിട്ട് കിടക്ക്, നമുക്ക് രാവിലെ തന്നെ പോകണം. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും നടക്കാൻ ഇറങ്ങിയപ്പോൾ ചന്ദ്രിക പുറകെ ഓടി. എടാ നിക്ക് നിക്ക് എൻ്റെ മോള്. പക്ഷേ അതിനു മുൻപ് തന്നെ മഹേഷ് ആ വാതിലങ്ങ് അടച്ചു കളഞ്ഞു. ചന്ദ്രിക വാതിൽ മുട്ടിക്കൊണ്ട് കരഞ്ഞു, എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് വിട്, എനിക്കവളെ വേണം, എനിക്കവളെ കാണണം, എൻ്റെ മോളെ എൻ്റെ അടുത്ത് കൊണ്ടാക്ക് എന്നും പറഞ്ഞ് അവൾ അലമുറയിട്ട് കരഞ്ഞു. അതൊന്നും മഹേഷ് വകവച്ചതേയില്ല. പിന്നീട് മഹേഷ് പോയത് മലരിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ തറയിൽ ബോധരഹിതയായി കിടക്കുന്ന മലരിനെയാണ് അവൻ കണ്ടത്. അവനൊന്ന് പേടിച്ചു പോയി. അയ്യോ അയ്യോ മോളെ മോളെ എന്നവൻ വിളിച്ചു. മലരിന് ബോധമില്ലേ? അവൻ ഓടിപ്പോയി ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നു. അതിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. മോളെ മലർ. അപ്പോൾ മലരിന് കുറച്ച് ബോധം വന്നു. എഴുന്നേൽക്ക് മോളെ. എന്താ മോളെ, മോള് പേടിച്ചു പോയോ? അപ്പോൾ മലർ എഴുന്നേറ്റ് ഇരുന്നു. അവൾക്ക് പേടിയുണ്ടായിരുന്നു. പേടിക്കണ്ട കേട്ടോ, ദേ നോക്ക്, അച്ഛൻ മോൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുത്ത് കഴിക്കുക കേട്ടോ, ഇതാ. അപ്പോൾ അല്പം വാശിയോടെ മലര് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് അമ്മയെ കാണണം, എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിട്. കാണാം, അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്, ഇപ്പം എന്തായാലും കാണാൻ പറ്റില്ല, മഹേഷ് പറഞ്ഞു. മോൾ ആദ്യം ആഹാരം കഴിക്ക്. അപ്പോൾ മലര്, എനിക്ക് വേണ്ട പോ. അപ്പോൾ അവൻ കയ്യിൽ ഫുഡ് എടുത്തിട്ട് പറഞ്ഞു, ശരി അച്ഛൻ മോൾക്ക് വാരിത്തരാം. അവൾ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മഹേഷ് വാരി കൊടുക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോൾ അവൾ കൈ തട്ടിത്തെറിപ്പിച്ചു. അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്നിട്ട് മലര് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ നല്ലവനാണെന്നാ വിചാരിച്ചേ? സിദ്ധുവിനെ എന്തിനാ തട്ടിക്കൊണ്ടുവന്നത്? അമ്മയും എന്നെയും എന്തിനാ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ? മര്യാദയ്ക്ക് സിദ്ധുവിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ അമ്മയും ഞാനും നിങ്ങളെ പോലീസിനോട് കൊണ്ട് പിടിച്ചു കൊടുക്കും. അത് കേട്ട് അതുവരെ ഉണ്ടായിരുന്ന മഹേഷിൻ്റെ മുഖഭാവം ഒന്ന് മാറി. ഓ കൊള്ളാലോ, ചന്ദ്രിക നിന്നെ നന്നായി വളർത്തിയിട്ടുണ്ട്. സ്വന്തം അച്ഛനെ നീ പോലീസിനെ പിടിച്ചു കൊടുക്കുക അല്ലേ? പിടിച്ചു കൊടുക്ക്. എന്നിട്ട് മുഖം തടവിക്കൊണ്ട് പറഞ്ഞു, എന്നെ അടിക്കുക പോലും ചെയ്തു. ദേ നോക്ക്, ഭക്ഷണം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, വിശക്കുകയാണേ കഴിക്ക്, അല്ലെങ്കിൽ പട്ടിണി കിടക്ക്, എനിക്കതൊന്നും പ്രശ്നമൊന്നുമല്ല. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് വാതിലടച്ചു. എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് മലരും കരഞ്ഞു. ഓടിപ്പോയി വാതിലിനിടിച്ച് എനിക്ക് അമ്മയെ കാണണം അമ്മയെന്നും പറഞ്ഞ് അവളും മലറി വിളിച്ച് കരഞ്ഞു. പിന്നെ കാണിക്കുന്നത് മേഘയുടെ റൂമാണ്. അവിടെ ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേഘ. അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നു. മേഘ. അപ്പോൾ മേഘ, വരൂ മുത്തശ്ശി. എന്താ നീ ചെയ്യുന്നേ? മുത്തശ്ശി അവളുടെ ലാപ്പിൽ നോക്കി. അപ്പോൾ അവൾ, ഓഫീസിലെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ സന്തോഷത്തോടെ മുത്തശ്ശി, അത് ശരിയാ, ഇനി നീ വേണമല്ലോ എല്ലാ ജോലിയും ചെയ്യാൻ. അപ്പോൾ മേഘ, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? അല്പം ആസ്വദിച്ചുകൊണ്ട് അപ്പോൾ മുത്തശ്ശി, സിദ്ധാർത്ഥിനെ കാണാതായില്ലേ, അവനിനി എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ മേഘ, അതെന്താ മുത്തശ്ശി, സിദ്ധാർത്ഥ് വരില്ലെന്ന് അത്ര ഉറപ്പിച്ചു പറയുന്നേ? അതെന്താ വരാത്തെ? സിദ്ധുവിനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ എവിടെയുണ്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ന് മുത്തശ്ശിയും പറഞ്ഞു. സിദ്ധുവിൻ്റെ ഫോണ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ സീരിയസ് പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പോൾ മേഘ, എന്താ മുത്തശ്ശി പറയുന്നേ? മുത്തശ്ശി പറയുന്നത് കേട്ടാ സിദ്ധാർത്ഥ് ഒരിക്കലും ജീവനോടെ വരില്ലെന്നാണല്ലോ തോന്നുന്നേ. അപ്പോൾ മുത്തശ്ശി, പിന്നെ സിദ്ധാർത്ഥ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം മഹേന്ദ്രനെയും ലക്ഷ്മിയെയും അവൻ ഫോൺ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെങ്കിലും എത്തിയേനെ. ഫോണും ചെയ്യുന്നില്ല, വീട്ടിലും എത്തുന്നില്ല എങ്കിൽ അവൻ എന്തോ സംഭവിച്ചുവെന്നല്ലേ അർത്ഥം. അതും പറഞ്ഞ് മുത്തശ്ശി മേഘയെ നോക്കി. അപ്പോൾ മേഘ അല്പം പേടിയോടെ, വേണ്ട മുത്തശ്ശി, സിദ്ധാർത്ഥിനൊന്നും സംഭവിക്കണ്ട. അപ്പം മുത്തശ്ശി, ഏയ് നീ എന്താടി വിവരമില്ലാതെ സംസാരിക്കുന്നത്? സിദ്ധാർത്ഥ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ സാരമില്ലായിരുന്നു. നിന്നെ വിവാഹവും കഴിക്കില്ല, ഓഫീസിലിരിക്കാനും നിന്നെ സമ്മതിക്കില്ല. അവനെ കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അവനുണ്ടായാലെന്താ, മരിച്ചാലെന്താ, പോയി തുലയട്ടെ എന്നേ. എന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അവൻ വന്നില്ലെങ്കിൽ ഇനി കമ്പനി നീയാ നോക്കി നടത്താൻ പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ, നീ വിചാരിക്കുന്നത് എല്ലാം നടക്കും. അപ്പോൾ മേഘയ്ക്കും തോന്നി ആ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ എന്ന്. അവൾ പറഞ്ഞു, അത് ശരിയാണല്ലേ. സിദ്ധാർത്ഥിന് എന്ത് സംഭവിച്ചു കാണാം മുത്തശ്ശി? അപ്പം മുത്തശ്ശി, ഒരാൾ വീട്ടിലും വരുന്നില്ല, ഫോണും ചെയ്യുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവൻ ആക്സിഡൻറ്റ് പറ്റി സ്വബോധമില്ലാതെ കിടക്കണം, അല്ലെങ്കിൽ അവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാകും. അപ്പോൾ മേഘയൊന്ന് അന്താളിച്ചു പോയി. മുത്തശ്ശി പിന്നെയും, ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നിനും സാധ്യതയില്ല. അവൻ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലോ. അപ്പോൾ മേഘ അവളുടെ സംശയം പറഞ്ഞു. അപ്പോൾ സിദ്ധുവിന് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി കാണണം, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണും, അങ്ങനെയല്ലേ? അപ്പോൾ മേഘ പിന്നെയും, മുത്തശ്ശി പറഞ്ഞതുപോലെ അവൻ വീട്ടിലേക്ക് വരാതിരുന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. അച്ഛനും അമ്മയും സിദ്ധാർത്ഥിനെയല്ലേ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അവൻ പോയാൽ അവർക്ക് പിന്നെ വേറെ വഴിയില്ല. അവരെന്നെ തന്നെ വിശ്വസിച്ചേ പറ്റൂ. അതേ എന്ന രീതിയിൽ മുത്തശ്ശി മൂളിക്കൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥി വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഈ കുടുംബം തന്നെ നിന്റെ കാൽച്ചുവട്ടിലേക്കെത്തും. ഇതൊന്നും നടന്നു കിട്ടിയാൽ സാക്ഷാൽ പഴനിയിലേക്ക് നഗ്നപാതയായിട്ട് ഞാൻ പോകാം. ഇത് കേട്ട് മേഘയും ചിരിച്ചു, മുത്തശ്ശിയും പുഞ്ചിരിച്ചു. കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടുപേരും സന്തോഷത്തിൽ ചിരിച്ചു. പിന്നെ കാണിക്കുന്നത് മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയാണ്. അവൾ വാതിലിൽ തട്ടി പറയുന്നു, ഏയ് കതക് തുറക്ക്, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. അപ്പോൾ അങ്ങോട്ടേക്ക് മഹേഷ് വന്നു. ഏയ് എന്തിനാ ബഹളം വെക്കുന്നേ? അപ്പോൾ മഹേഷ് വാതിൽ തുറന്നു കൊടുത്തു. ചന്ദ്രിക അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവിട്. അപ്പോൾ മഹേഷ് ഭീഷണിപ്പെടുത്തി, ഡി വായടച്ച് മര്യാദയ്ക്ക് പോയി കിടക്കാൻ നോക്ക്. നീ എത്ര ബഹളം വെച്ചാലും അവൾ കേൾക്കാൻ പോകുന്നില്ല. നാളെ രാവിലെ നമുക്ക് പോകേണ്ടതാണ്, റെഡിയായിട്ടിരിക്കേ. അപ്പോൾ സഹികെട്ട് കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? നിനക്ക് ഞങ്ങൾ എന്ത് ദ്രോഹ ചെയ്തത്? നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നല്ലേ പോയത്? എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഇടപെടുന്നേ? അപ്പോൾ മഹേഷ് പറഞ്ഞു, ഡേ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറയാൻ നോക്കല്ലേ, പോയി കിടന്ന് ഉറങ്ങ് എന്നും പറഞ്ഞ് അവളെ അകത്തേക്കാക്കാൻ നോക്കി. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞവൾ പിന്നെയും ബഹളം വെച്ചു. മഹേഷ് അവളെ അങ്ങോട്ടേക്ക് തള്ളിയിട്ട് വാതിലടക്കാൻ നോക്കി. അത് ലോക്ക് ചെയ്ത് അവൻ അവിടെ നിന്ന് പോയി കളഞ്ഞു. ചന്ദ്രിക പിന്നെയും വാതിൽ തട്ടി നിലവിളിച്ചുകൊണ്ടിരുന്നു, എൻ്റെ കുഞ്ഞ്, എനിക്ക് അവളെ കാണണം, എൻ്റെ മോളെ കൊണ്ട് താ. പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിനെ ആയിരുന്നു. അവൻ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റു. കൈകൾ കെട്ടിയ നിലയിൽ തന്നെയായിരുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് അവിടെ മൊത്തം ഒന്ന് ചുറ്റി നോക്കി. കൈകളിലെ കെട്ടഴിക്കാൻ അവനൊരു വഴിയും കണ്ടില്ല. നീങ്ങി നിരങ്ങി അവൻ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ പോയി ചാരിക്കിടന്നു. കൈകളിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമം വിഫലമായി. ഈ സമയം മറ്റൊരു റൂമിൽ മഹേഷും മനോഹറും മദ്യസേവയിലായിരുന്നു. മനോഹർ മഹേഷിനോട് പറഞ്ഞു, മഹേഷേ, ചന്ദ്രികയെ നീയൊരു സാധാരണ പെണ്ണായി കരുതരുത്. അവളെ കുറച്ചൊന്ന് സൂക്ഷിക്കണം.
ശ്രീലങ്കയിലേക്ക് ചെന്നാലുടനെ അവിടുത്തെ നിയമപ്രകാരം അവളെ നിന്റെ ഭാര്യയാക്കിയേക്ക്. എങ്കിൽ മാത്രമേ നിനക്കവളെ വരുതിയിലാക്കാൻ പറ്റൂ. അത് മഹേഷും ശരിവെച്ചു. ശ്രീലങ്കയിൽ ചെന്നാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവളുടെ കഴുത്തിൽ താളി കെട്ടുന്ന കാര്യമാണ്. അവൾക്കിനി എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ദേ നോക്ക്, അവൾ രക്ഷപ്പെട്ട നീ മാത്രമല്ല ഞാനും കൂടിയാണ് കുടുങ്ങാൻ പോകുന്നത്. അപ്പോൾ മഹേഷ്, അതൊക്കെ ശരി, നാളെ ശ്രീലങ്കയിലേക്ക് പോകാലോ അല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? അപ്പോൾ മനോഹർ, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. രാവിലെ 6 മണിക്ക് വോട്ട് വരും. അതിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ഇറക്കിവിടാം. അവിടെ നിന്ന് നീ നിൻ്റെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോയിക്കോ. അപ്പോൾ മഹേഷ്, ശരി, ഓക്കെ, ഞങ്ങളെ കടൽത്തീരത്ത് വിട്ടാൽ മതിയാവും, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എൻ്റെ ഫ്രണ്ട് അവിടെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹർ, ശ്രീലങ്കയിൽ എത്തിയാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യണം. അവിടെ നടക്കുന്നത് അപ്പപ്പോൾ എന്നെ അറിയിക്കണം. ശരി. 2 പേരും മദ്യം കുടിച്ച് കാലിയാക്കി. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തപ്പോൾ തൊട്ട് ജാനകി അമ്മ കരയുന്നതാണ്. സിദ്ധുവിൻ്റെ അച്ഛനും അടുത്തുണ്ട്. അദ്ദേഹം സമാധാനിപ്പിക്കുന്നു. കരയാതെ കരയാതെ ജാനകി. തൊട്ടടുത്ത് എല്ലാവരും ഉണ്ട്. മേഘയും മുത്തശ്ശിയും ഒരു ഭാഗത്ത് സങ്കടം അഭിനയിക്കുന്നു. മഹേന്ദ്രൻ സാറ് എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ലക്ഷ്മി അമ്മയും സങ്കടത്തിലാണ്. ആരതിയുണ്ട്, മുത്തശ്ശനും. ജാനകി അമ്മ കരഞ്ഞുകൊണ്ട് പിറുപിറുത്തു, എൻ്റെ സിദ്ധു എവിടെ പോയിട്ടുണ്ടാവും? എന്നിട്ട് മഹേന്ദ്രൻ സാറിനെ നോക്കി പറഞ്ഞു, ചേട്ടാ, സിദ്ധു രാത്രി തന്നെ വരുമെന്നല്ലേ പറഞ്ഞത്? നേരം പുലർന്നിട്ട് ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. എനിക്കെന്തോ പേടി തോന്നുന്നു. അവൻ എന്തു പറ്റിയെന്നറിയില്ല. നമുക്കിനി വെയിറ്റ് ചെയ്യണ്ട ഏട്ടാ, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ശരി ജാനകി, ഞാൻ ഇപ്പോൾ തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറ് ഫോൺ എടുത്തു. പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങേത്തലക്കിൽ നിന്നും പോലീസ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞങ്ങളത് അന്വേഷിക്കാം മഹേന്ദ്രൻ. മഹേന്ദ്രൻ സാറും താങ്ക് യു പറഞ്ഞു. ജാനകി പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ലക്ഷ്മൺ പറഞ്ഞു, ജാനകി, നീ കരയല്ലേ ജാനകി, ഏട്ടൻ കമ്മീഷണറെ വിളിച്ചിട്ടുണ്ടല്ലോ. സിദ്ധു ഉറപ്പായിട്ടും വരും. പോലീസ് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കും. അപ്പോൾ മുത്തശ്ശൻ ആരതിയോട് പറഞ്ഞു, മോളെ ആരതി, അകത്ത് പോയി അമ്മയ്ക്ക് ജ്യൂസോ മറ്റോ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. ആ ശരി മുത്തശ്ശ. ജാനകി അമ്മ പിന്നെയും നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ, എൻ്റെ മോൻ എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. മഹേന്ദ്രൻ സാറ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ജാനകി, നീ കരയാതിരിക്ക്. സിദ്ധുവിൻ്റെ അച്ഛനും കൂടെ സമാധാനിപ്പിച്ചു. കരയാറ് ജാനകി, സിദ്ധുവിനൊന്നും ആവില്ല. അപ്പോൾ മുത്തശ്ശൻ ഒരു സംശയം പോലെ പറഞ്ഞു, സിദ്ധു രാത്രി തന്നെ വീട്ടിലെത്തേണ്ടതാണല്ലോ. അവൻ എത്തിയില്ലെങ്കിൽ തീർച്ചയായും അവൻ ഏതോ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മഹേന്ദ്രൻ സാറിനെ നോക്കി പറഞ്ഞു, മഹേന്ദ്ര, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ മഹേന്ദ്ര സാറ് പറഞ്ഞു, കമ്മീഷണർ എന്നോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ട് വരാം. എന്നിട്ട് ജാനകിയോടും പറഞ്ഞു, ധൈര്യമായിരിക്കും, ഞാൻ പോയി കണ്ടിട്ട് വരാം. സിദ്ധുവിൻ്റെ അച്ഛനോട് ജാനകിയെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ വിളിക്കുന്നു. ഓക്കെ ശരിയച്ചാ. മഹേന്ദ്രൻ സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പിന്നെ കാണിക്കുന്നത് ബോധരഹിതനായി കിടക്കുന്ന സിദ്ധുവിൻ്റെ അടുത്തേക്ക് വാതിൽ തുറന്ന് മഹേഷ് വരുന്നതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് മഹേഷ് മനസ്സിലോർത്തു, ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞിരിക്കും. നിന്നെ കൊല്ലുവാനുള്ള ആള് വന്നുകൊണ്ടിരിക്കാടാ. എന്നിട്ട് വാതിലടച്ചിട്ട് അവൻ പോയി. ശേഷം ചന്ദ്രികയുടെ ഡോറ് തുറന്നു. അപ്പോൾ അവളും ബോധമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. മഹേഷ് അവിടെ നിന്നോർത്തു, സിദ്ധു ഉണ്ടെന്ന ധൈര്യത്തിലല്ലേ നീ ഇത്ര ആളായത്? ഇനി അല്പസമയത്തിനകം അവൻ മരിക്കുമെടി. പിന്നെ നീ ജീവിതകാലം മുഴുവൻ എൻ്റെ കാൽ കീഴില്ല. എന്നിട്ടവൻ അവളെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു. ആ ഡോറും ക്രോസ് ചെയ്ത് അവൻ വേറൊരു സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ അവിടത്തേക്ക് മനോഹറും വേറൊരാളും വന്നു. മഹേഷേ, ഞാൻ പറഞ്ഞ ആളെ ഇതാ. ആ ആളെ മഹേഷിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ. അപ്പോൾ മനോഹർ പറഞ്ഞു, സിദ്ധാർത്ഥിൻ്റെ കാര്യം ആരും അറിയാതെ ഇവൻ അവസാനിപ്പിച്ചോളും. അപ്പോൾ മഹേഷ് പറഞ്ഞു, ശരി, അതൊക്കെ, സിദ്ധാർത്ഥിനെ കൊല്ലുന്നതൊക്കെ ശരി. അവനെ എങ്ങനെ കൊല്ലാൻ പോകുന്നേ? പോലീസിന് നമ്മുടെ മേൽ സംശയം ഉണ്ടാവരുത്. അപ്പോൾ സിദ്ധുവിനെ കൊല്ലാൻ വന്ന വാടക കൊലയാളി അത് വിവരിച്ചു കൊടുത്തു, എങ്ങനെയാ കൊല്ലാൻ പോകുന്നതെന്ന്. സാർ, എൻ്റെ കയ്യിലൊരു ഗ്യാസ് ഉണ്ട്, അത് വെച്ച് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. ആ ഗ്യാസ് റൂമിൽ തുറന്നിട്ടിട്ട് റൂം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട്, ജനലും എല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് അയാൾ മരിച്ചു പോകും. അയാളുടെ ദേഹത്ത് യാതൊരു മുറിവോ ചതവോ ഉണ്ടാവില്ല. നാച്ചുറൽ ഡെത്ത് പോലെ സെറ്റ് ചെയ്യാം സാർ. അപ്പോൾ മഹേഷിന് പ്ലാനിങ് ഇഷ്ടമായി. ശരി, നീ ആ ഗ്യാസ് എടുത്തിട്ട് വാ. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് കുറച്ച് പണം വേണം. അത് കേട്ട് മനോഹർ പറഞ്ഞു, ദേ നോക്ക്, നീ പ്രതീക്ഷിക്കുന്നതിൽ അധികം പണം ഞാൻ തരും. അവൻ്റെ ഉച്ച പുറത്തു വരാതെ അവനങ്ങ് തീർന്നിരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി സാർ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ആ ഗ്യാസ് എടുത്തിട്ട് വരാം.
അയാൾ പോയപ്പോൾ മഹേഷ് മനോഹറിനോട് പറഞ്ഞു, സിദ്ധാർത്ഥിനെ തീർത്തിട്ട് ചന്ദ്രികയും മലയറിനെയും കൊണ്ട് ഞാൻ പോവുകയാ. നീ ആർക്കും സംശയം വരാതെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ മനോഹർ, നീ പോയിക്കോ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ശരി. ആ ബോട്ട് എത്ര മണിക്ക് വരും? അപ്പോൾ മനോഹർ, അത് കൃത്യം 6 മണിക്ക് തന്നെ വരും. വന്ന ഉടനെ നിങ്ങൾ അതിൽ പുറപ്പെട്ടോ. ശരി. എനിക്ക് ചന്ദ്രികയും മലയറിനെയും കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാട് ചെയ്യണം. അപ്പോൾ മനോഹർ, എല്ലാം റെഡിയാണ്. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വാൻ എടുത്തുകൊണ്ട് വരാം. ആ എന്നാൽ പിന്നെ ശരി, ഞാനത് എടുത്തുകൊണ്ട് വരാം. ചെല്ല്. പോകുന്ന പോക്കിൽ മനോഹർ പറഞ്ഞു, ചന്ദ്രികയെ സൂക്ഷിക്കണം മഹേഷേ. ശരി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. കയ്യിൽ ഫോണും പിടിച്ച് ആദ്യോടെ നടക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വീൽ ചെയർ ഉരുട്ടി ജാനകി അമ്മ വന്നു. ചേട്ടാ. സിദ്ധാർത്ഥിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ജാനകി, ഞാൻ ഇപ്പോഴും ASIയുമായി സംസാരിച്ചതേയുള്ളൂ. സിദ്ധു എവിടെയുണ്ടെന്ന് അവൻ്റെ ടെലിഫോൺ ട്രേസ് ചെയ്തിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജാനകി അമ്മ അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. ലക്ഷ്മി ഓടിക്കിരച്ചു വന്നുകൊണ്ട് മഹേന്ദ്ര സാറിനോട് പറയുന്നു, ചന്ദ്രികയും മലയറിനെയും കാണാനില്ല ഏട്ടാ. മഹേന്ദ്ര സാറ് ഞെട്ടിപ്പോയി. അവിടെ കൂടി നിന്ന് എല്ലാവരും അന്താളിച്ചു പോയി. മുത്തശ്ശി പതുക്കെ മേഘയോട് പറഞ്ഞു, അല്ല മേഘ, ഒരു പക്ഷേ സിദ്ധാർത്ഥും ചന്ദ്രികയും ഒളിച്ചോടി പോയിട്ടുണ്ടാവുമോ? പിന്നീട് കാണിക്കുന്നത് വാടക കൊലയാളി ഗ്യാസ് സിദ്ധുവിൻ്റെ അടുത്ത് തുറന്നു വിടുന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.